ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ജനങ്ങളെയും രാഷ്ട്രങ്ങളെയും ഒരുമിപ്പിക്കാനുള്ള അതുല്യമായ കഴിവ് കായിക മത്സരങ്ങൾക്കുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ മറ്റന്നാൾ കേരളത്തിലെത്തും. ലോകത്തിലെ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന സമ്പദ്വ്യവസ്ഥയാണ് ഇന്ത്യയുടേതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ നിപ സംശയത്തെ തുടർന്ന് കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. ട്വന്റി വനിതാ ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. വാർത്തകൾ വിശദമായി. ജനങ്ങളെയും രാഷ്ട്രങ്ങളെയും ഒരുമിപ്പിക്കാനുള്ള അതുല്യമായ കഴിവ് കായിക മത്സരങ്ങൾക്കുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 2025ലെ ഡ്യൂറന്റ് കപ്പ് ടൂർണമെന്റിനുള്ള ട്രോഫികളുടെ അനാച്ഛാദനം രാഷ്ട്രപതി ഭവനിൽ നിർവഹിക്കുകയായിരുന്നു ശ്രീമതി മുർമു. അച്ചടക്കവും ദൃഢനിശ്ചയവും വർദ്ധിപ്പിക്കാൻ ഫുട്ബോളിന് സാധിക്കുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. फुटबॉल की लाखों लोगों के दिलों में विशेष जगह है. ये सिर्फ एक खेल नहीं है, एक पासन है. फुटबॉल का खेल रणनीति, सहन शक्ति और एक साझा लक्ष्यों की जोर मिलकर काम करने वाले एक खेल है. डुरांड कप जैसे आयोजन न केवल खेल की भावना को प्रोत्साहित करते हैं, बल्कि फुटबॉल प्लेयर्स की अगली पीढ़ी को भी तैयार करते हैं, उन्हें आगे बढ़ने का मंच देते हैं. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ മറ്റന്നാൾ കേരളത്തിലെത്തും. തൃശൂർ ജില്ലയിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനം നടത്തും. കൊച്ചിയിലെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിലെ വിദ്യാർത്ഥികളുമായും അധ്യാപകരുമായും ഉപരാഷ്ട്രപതി സംവദിക്കും. ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടുള്ള ബഹുരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അർജന്റീന സന്ദർശിക്കും. ഇന്നും നാളെയുമായി അദ്ദേഹം വിവിധ ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തും. 57 വർഷത്തിനിടെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അർജന്റീനയിലേക്കുള്ള ആദ്യ ഉഭയകക്ഷി സന്ദർശനമാണിത്. ട്രിനിഡാഡ് ആന്റ് ടൊബാഗോ സന്ദർശനത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി അർജന്റീനയിൽ എത്തുന്നത്. ലോകത്തിലെ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന സമ്പദ്വ്യവസ്ഥയാണ് ഇന്ത്യയുടേതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ട്രിനിഡാഡ് ആന്റ് ടൊബാഗോയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ വികസനത്തിന് ഊർജ്ജം പകരുന്നത് യുവജനങ്ങളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. India is the fastest growing major economy in the world. Soon, we will be among the top 3 economies of the world. India's growth is being powered by our innovative and energetic youth. Today, India is the 3rd largest startup hub in the world. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പര്യടനത്തിന്റെ 2ാം പാദത്തിൽ ഇന്നലെ രാത്രിയാണ് പ്രധാനമന്ത്രി പോർട്ട് ഓഫ് സ്പെയിനിൽ എത്തിയത്. 2 ദിവസത്തെ സന്ദർശനത്തിൽ ട്രിനിഡാഡ് ആന്റ് ടൊബാഗോ പ്രസിഡന്റ്, പ്രധാനമന്ത്രി എന്നിവരുമായി ശ്രീ നരേന്ദ്രമോദി ചർച്ച നടത്തും. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ടെലിവിഷൻ റേറ്റിംഗ് ഏജൻസികൾക്കായുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളിൽ ഭേദഗതി വരുത്താൻ നിർദ്ദേശിച്ച് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കൂടുതൽ പ്രാതിനിധ്യപരവും ആധുനികവുമായ TRP സംവിധാനത്തിന്റെ ആവശ്യകത മുൻനിർത്തി 2014ൽ പുറത്തിറക്കിയ നയമാർഗ്ഗനിർദ്ദേശങ്ങളിലാണ് മാറ്റം വരുത്തുക. ഇത് സംബന്ധിച്ച് കേന്ദ്രം പുറത്തിറക്കിയ നിർദ്ദിഷ്ട കരടിൽ മാധ്യമ സ്ഥാപനങ്ങൾക്കുള്ള ചില നിയന്ത്രണ വ്യവസ്ഥകൾ നീക്കിയിട്ടുണ്ട്. TV റേറ്റിംഗുകൾ നൽകുന്ന ഏക ഏജൻസിയായ ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൌൺസിൽ ബാർക്കിന് പുറമെ കൂടുതൽ ഏജൻസികളെ ഈ രംഗത്തേക്ക് കൊണ്ടുവരികയാണ് ലക്ഷ്യം. 21,000 രൂപ നിക്ഷേപിക്കുമ്പോൾ പ്രതിദിനം 1.25 ലക്ഷം രൂപ ലാഭവിഹിതം ലഭിക്കുന്ന നിക്ഷേപ പദ്ധതി ആവിഷ്കരിക്കുമെന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോ വ്യാജമാണെന്ന് PIB ഫാക്ട് ചെക്ക് അറിയിച്ചു. പരമ്പരാഗത പോസ്റ്റൽ സംവിധാനത്തിൽ നിന്ന് ഏറെ മുന്നേറി ഇന്ത്യ പോസ്റ്റ് നിലവിൽ രാജ്യത്തെ ഏറ്റവും വലിയ ചരക്ക് നീക്ക ശൃംഖലയായി മാറിയതായി കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. നിലവിൽ 1.64 ലക്ഷം സേവന കേന്ദ്രങ്ങളാണ് ചരക്ക് നീക്കത്തിനായി പ്രവർത്തിക്കുന്നത്. ആകാശവാണി ന്യൂസിന്റെ പോഡ്കാസ്റ്റിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഓരോ ഇടപാടിന്റെയും ഡിജിറ്റൽ ട്രാക്കിംഗിനായുള്ള സംവിധാനങ്ങളും ഇന്ത്യ പോസ്റ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായി ചീഫ് ടെക്നോളജി ഓഫീസറെ നിയമിച്ചതായും ശ്രീ ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞു. സാവിത്രിഭായ് ഫുലെ ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ മേഖലാ കേന്ദ്രം ജാർഖണ്ഡിലെ റാഞ്ചിയിൽ ഇന്ന് പ്രവർത്തനം ആരംഭിക്കും. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണ ദേവി ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയിലെ സേവന വിതരണം മെച്ചപ്പെടുത്തുന്നതിൽ പുതിയ കേന്ദ്രം സുപ്രധാന പങ്ക് വഹിക്കും.
ജാർഖണ്ഡ് മുൻ മന്ത്രി യോഗേന്ദ്ര സാവോയ്ക്കും കൂട്ടാളികൾക്കുമെതിരായ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹസാരിബാഗിലെയും റാഞ്ചിയിലെയും 8 ഇടങ്ങളിൽ പരിശോധന നടക്കുകയാണ്. അനധികൃത മണൽ ഖനനം, ഭൂമി കൈയേറ്റം തുടങ്ങിയ കുറ്റകൃത്യങ്ങളിലൂടെ വരുമാനം നേടിയതുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ 2 നിപ കേസുകളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. രോഗബാധിതർ പാലക്കാട്, മലപ്പുറം ജില്ലകളിലുള്ളവരാണ്. മലപ്പുറം, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ നടത്തിയ പരിശോധനയിൽ നിപ കണ്ടെത്തിയതിനെ തുടർന്ന് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിപ സ്ഥിരീകരണത്തിനായി സാമ്പിളുകൾ അയച്ചിട്ടുണ്ട്. സ്ഥിരീകരണം വരുന്നതിന് മുമ്പ് തന്നെ പ്രോട്ടോകോൾ അനുസരിച്ച് പ്രതിരോധ നടപടികൾ ശക്തമാക്കാൻ നിർദ്ദേശം നൽകിയതായും ആരോഗ്യമന്ത്രി അറിയിച്ചു. മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം വീണ്ടും നിപ ഉന്നതതല യോഗം ചേർന്ന് തുടർ നടപടികൾ സ്വീകരിക്കും. പാലക്കാട് തച്ചനാട്ടുകര സ്വദേശിയായ യുവതിക്ക് നിപ ബാധ സംശയിക്കുന്നതിനെ തുടർന്ന് തച്ചനാട്ടുകര, കരിമ്പ പഞ്ചായത്തുകളിലെ 6 വാർഡുകളിൽ ജില്ലാ ഭരണകൂടം നിയന്ത്രണം ഏർപ്പെടുത്തി. യുവതി നിലവിൽ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കെട്ടിടം തകർന്നു വീണ് മരിച്ച തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദുവിന്റെ കുടുംബത്തിന് അടിയന്തരമായി 50,000 രൂപ ധനസഹായം നൽകുമെന്ന് മന്ത്രി വി. എൻ. വാസവൻ. തുടർ സഹായം സംബന്ധിച്ച് മന്ത്രിസഭാ യോഗത്തിന് ശേഷം തീരുമാനിക്കുമെന്നും അദ്ദേഹം കോട്ടയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. 2020 വനിതാ ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. കെനിംഗ്ടൺ ഓവലിൽ ഇന്ത്യൻ സമയം രാത്രി 11:05-നാണ് മത്സരം. 2 മത്സരങ്ങൾ ബാക്കി നിൽക്കെ പരമ്പര സ്വന്തമാക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ബർമിംഗ്ഹാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന്റെ 1ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പുനരാരംഭിക്കും. ഇന്നലെ 1ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുനരാരംഭിച്ച ഇന്ത്യ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ ഡബിൾ സെഞ്ചുറിയുടെ കരുത്തിൽ 587 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ട് 3 വിക്കറ്റ് നഷ്ടത്തിൽ 77 റൺസ് എന്ന നിലയിലാണ്. സ്വാമി വിവേകാനന്ദന്റെ ചരമവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. വിവേകാനന്ദന്റെ ചിന്തകളും ദർശനങ്ങളും സമൂഹത്തിന് വഴികാട്ടിയാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ റാംബ കലാപത്തിന് നേതൃത്വം നൽകുകയും ആദിവാസി സമൂഹങ്ങളുടെ അവകാശങ്ങൾക്കും അന്തസ്സിനും വേണ്ടി നിർഭയമായി നിലകൊള്ളുകയും ചെയ്ത അല്ലൂരി സീതാറാം രാജുവിന്റെ 128ാം ജന്മവാർഷിക ദിനം ഇന്ന്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 146 പോയിന്റ് നഷ്ടത്തിൽ 83,097-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 48 പോയിന്റ് കുറഞ്ഞ് 25,357-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 440 രൂപ കുറഞ്ഞു 72,400 രൂപയും ഗ്രാമിന് 55 രൂപ കുറഞ്ഞ് 9,050 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ബാഡ്മിന്റണിൽ കാനഡ ഓപ്പൺ സൂപ്പർ 300 ടൂർണമെന്റിന്റെ പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്ത് ക്വാർട്ടർ ഫൈനലിൽ ഉറപ്പിച്ചു. ഇന്നലെ നടന്ന മത്സരത്തിൽ ചൈനീസ് തായ്പേയ് താരത്തെ നേരിട്ടുള്ള ഗെയിമുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ ശ്രീയാൻഷി വാലിഷെട്ടി ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് മത്സരിക്കും. ഗ്രാൻഡ് ചെസ് ടൂറിന്റെ റാപ്പിഡ് സെക്ഷന്റെ 6ാം റൌണ്ടിൽ ലോക ചാമ്പ്യൻ ഡി ഗുകേഷിന് വിജയം. ലോക 1ാം നമ്പർ താരവും 5 തവണ ചാമ്പ്യനുമായ മാഗ്നസ് കാൾസനെയാണ് ഗുകേഷ് പരാജയപ്പെടുത്തിയത്. ചെന്നൈയിൽ നിന്നുള്ള ഗ്രാൻഡ് മാസ്റ്ററിന്റെ തുടർച്ചയായ 5ാം വിജയമാണിത്. സർഗുജ, ബസ്തർ തുടങ്ങിയ ഗോത്ര മേഖലകളിൽ 5000-ത്തിലധികം മൊബൈൽ ടവറുകൾ സ്ഥാപിക്കാൻ ഒരുങ്ങി ഛത്തീസ്ഗഡ് സർക്കാർ. ഈ പ്രദേശങ്ങളിലും സേവനമില്ലാത്ത മറ്റ് പ്രദേശങ്ങളിലും മൊബൈൽ ടവറുകളും ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്കുകളും സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്താൻ മുഖ്യമന്ത്രി വിഷ്ണു ദിയോ സായ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ജനങ്ങളെയും രാഷ്ട്രങ്ങളെയും ഒരുമിപ്പിക്കാനുള്ള അതുല്യമായ കഴിവ് കായിക മത്സരങ്ങൾക്കുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ മറ്റന്നാൾ കേരളത്തിലെത്തും. ലോകത്തിലെ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന സമ്പദ്വ്യവസ്ഥയാണ് ഇന്ത്യയുടേതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ നിപ സംശയത്തെ തുടർന്ന് കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. 2020 വനിതാ ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.